ഇതൊക്കെ കേരളത്തിലെ കാസർഗോഡോ കാഞ്ഞങ്ങാടോ ഉള്ള ചെറുപ്പക്കാരന്റെ ചെവിയിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ കിടക്കാൻ ചെല്ലുമ്പോഴും ഉറങ്ങാൻ ചെല്ലുമ്പോഴും എല്ലാം പടിഞ്ഞാറുകാരൻ പണ്ടെന്നോ ചെയ്തു വെച്ച മേച്ഛതയുടെ അങ്ങേയറ്റം മോശമായ ശബ്ദവീചികൾ അല്ലേ പാടില്ലെന്ന് പറയുകയും വീശുക്കി കേൾക്കുന്നത് നിന്നെ വ്യഭിചാരം ചിന്തിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നമ്മെ പഠിപ്പിച്ചതിന് ശേഷം എനിക്കത് മതി എന്ന് ചിന്തിക്കുന്ന മുസ്ലിം പടിഞ്ഞാറുകാരൻ ഖുർആനിൽ എടുത്തു കഴിഞ്ഞു അല്ലേ മഹാനായ ഡോക്ടർ ഹഫാസിയുടെ അല്ലേ അബ്ദുൽ ബാസിർ അബ്ദുൽ സമദിന്റെ മഹാന്മാരായ ഹർമിൽ ഇമാമുമാർ ശൈഖ് ഹുദൈഫിയുടെ ഇസ്ലൈസിയുടെ മുഅയ്യിദിയുടെ ഇവരുടെയൊക്കെ ഖിറാഅത്ത് മതി ഞങ്ങൾക്ക് പടിഞ്ഞാറ് മുസ്ലിം അങ്ങനെയാണ് നമുക്ക് ഈ ചവറൽ മ്യൂസിക് കാലങ്ങളൊക്കെ പെൺകുട്ടികളെ കണ്ടെത്തണോ ഞാൻ കാണിച്ചാൽ ഇതൊക്കെ നമുക്ക് വേണ്ടത് അല്ലേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കിടക്കുന്ന പാട്ടുകൾ ഇതല്ലേ ഇവിടുത്തെ ആൺകുട്ടികൾ നീ കണ്ടിരുന്നു ആർക്കാണോ നീ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ആർക്കാണ് പെണ്ണെ നിന്നെ കാണിച്ചു കൊടുക്കാൻ നീ പോകുന്നത് നീ എന്താണ് ഈ പറയുന്നതിന്റെ ലക്ഷ്യമെന്ന് നിന്നെ കണ്ടുക്കണോ നീ കാണിച്ചു തരാൻ പോകുന്നത് എന്താ ഭൂമിവാസം വെച്ച് പറയും പടിഞ്ഞാറുകാരൻ നിർത്തിവെച്ചു കിടക്കുന്ന ഇസ്ലാം കിടക്ക് അസ്തമിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മറച്ചു കൊടുക്കില്ല ഇവിടെ അസ്തമിക്കാം പക്ഷേ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഇതാണ് ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇധർ ഡൂബേ ഉധർ നികലെ അള്ളാന്റെ ദീനിനെ നമ്മളെന്നാലും മുഴുവനും അങ്ങ് കൈയെറിഞ്ഞുകൊണ്ട് വിചാരിക്കട്ടെ അള്ളാഹു തആല ഈ ദീനിനെ നിലനിർത്താൻ ഈ ദീനിന്റെ ശത്രുക്കളായിരുന്ന ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ മിത്രങ്ങളാക്കുക മാത്രമല്ല ഈ ഇസ്ലാമിന്റെ പ്രചോദകരും പ്രബോധകരമാക്കി കൊണ്ടുവരാൻ ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് നീ മനസ്സിലാക്കിയത് ഖുർആൻ വേണ്ട അല്ലേ ഇശാ മഗ്രിബിന്റെ നേരത്തെ വിശുദ്ധ ഖുർആനോദി യാസീനോദി മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യേണ്ട നേരത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഓണാക്കണ എന്ത് സീരിയൽ എത്ര ചാനലാണ് ആകെ സംസാരിക്കുന്ന 700 കിലോമീറ്ററിനുള്ളിലെ കേരളമാണ് എത്ര ചാനലായി ഇനി എത്ര വരാൻ നിൽക്കുന്നത് അല്ലാഹു അലം ഇതിലൊക്കെ സീരിയൽ ഇതിലൊക്കെ കഥ ആണ് ജീവിതം അല്ല നമ്മൾ ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടെ പെണ്ണുങ്ങളുടെ വലിയ വലിയ സംഭവങ്ങളാണ് ഇതേ നമ്മൾ കാണുന്നത് അല്ലേ നമുക്ക് സീരിയലും സിനിമയും കാണാൻ ഉറക്കം വരുന്നില്ല എന്നിട്ട് വീട്ടിലെ ചെലവ് കൊടുക്കുന്ന ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്തേ അവർക്കത് കാണാൻ ഉറക്കം വരില്ല അടുത്ത എപ്പിസോഡിന് എപ്പോഴാണ് വരിക എന്ന് ആലോചിച്ച് നടക്കുക ഇതൊക്കെ ഒരു കാലത്ത് ഉണ്ടായിട്ട് ഇടക്കം പോയിരുന്നു ഇതൊക്കെ തിരിച്ചു വന്നോ പിന്നെ ചവറ് തോന്നിവാസം ഒരു പെണ്ണ് എത്ര കണ്ട് മോശപ്പെട്ട് പെരുമാറാൻ പറ്റുന്നുവോ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സംഗതിയാ സീരിയലുകള് ഒരു പെണ്ണിന് എത്ര മോശമാകാൻ പറ്റും അവളുടെ സ്വഭാവം അവളിലെ നന്മ അവളിലെ വിനയം അവളിലെ താഴ്മ അവൾ മറ്റവരോട് കാണിക്കേണ്ട ബഹുമാനം ഇതൊന്നും വേണ്ട നീ നിന്റെ കീശ നർച്ചാൽ മതി ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് അമ്മായിയിൽ നിന്ന് കിട്ടേണ്ടത് വാങ്ങിച്ചു കൂട്ട് നീ അടിച്ചു കുളിച്ചോ ഈ തോന്നിവാസം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാൻ എമ്പാടും നേരം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയതിന്റെ ശേഷം ഒരു നേരം ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ല അല്ലേ പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ഖുർആൻ തൊട്ടിട്ടില്ല പെണ്ണുങ്ങള് സിനിമക്കും സീരിയൽ ഇഷ്ടം പോലെ അത് വിഷയമാണെങ്കിലും അതാണെങ്കിലും പല പല ഹിറ്റ് ഗാനങ്ങള് ഹിറ്റ് പാട്ടുകള് ഹിറ്റ് സിനിമകള് ഒരൊറ്റ ഹദീസ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ البر لا ينسى والإثم لا يبلى والديان لا ينام يعمل كما شئت كما تدين تدان أشرف الخلق رسول الله നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും കാണാതെ പോയില്ല ഇങ്ങനെയൊക്കെ തോന്നിവാസം നടക്കുന്ന പുരയിലും 5 നേരം അച്ചടക്കത്തിൽ നിസ്കരിച്ച് ഖുർആൻ ഓതി മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മമാരിവിടെയുണ്ട് മക്കളെ കയ്യൂരി വിടാതെ അവർക്ക് ആവശ്യമായത് മാത്രം നൽകി അവരെ നിയന്ത്രിക്കുന്ന വാപ്പമാർ ഈ സദസ്സിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടില്ല അതവിടെ ബാക്കിയുണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും മാഞ്ഞുപോകില്ല അവിടെ കിടക്കാണ് ഷാമഗ്രിബിന്റെ നേരമെന്ന് ദുആഇന് പോലും ഉത്തരം കിട്ടേണ്ട നേരം ആർക്ക് സൂറത്ത് ഓതേണ്ട നേരം മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ട നേരം ഇതേ നേരത്ത് തന്നെ പിശാചിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്ന് തോന്നിവാസം മക്കളെ പഠിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഉമ്മ സ്വന്തം മക്കളെ
നല്ലത് പഠിക്കേണ്ട നേരത്ത്, പഠിപ്പിക്കേണ്ട നേരത്ത് ആ മക്കളുടെ കൂടെ ഇരുന്ന് പ്രതിവാസം കാണുന്ന ഉമ്മ, ഭാര്യയെ, പെണ്ണെ, സഹോദരന്മാർ, ഇങ്ങനെ പെണ്ണുങ്ങളെ പണി ആണുങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പെണ്ണുങ്ങൾക്കാണ് ഈ അഡിക്ഷൻ. ഇതേപോലെ സീരിയലാണ് ആണുങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന തെറ്റൊരിക്കലും മാഞ്ഞു പോകുന്നില്ല കേട്ടോ. മറ്റൊരു കൂട്ടർ ചെയ്യുന്ന നന്മയും ഒരിക്കലും ഇല്ലാതെയായി പോകുന്നില്ല. എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു ഉറങ്ങിയിട്ടില്ല. അല്ലാഹു ഉറങ്ങല്ല. നീ വേണ്ടതുപോലെ ജീവിച്ചോ. നീ എങ്ങനെ പെരുമാറുന്നോ അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടാൻ പോകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. എന്ത് ചെയ്തോ? നീ സിനിമ ഉണ്ടോ അല്ല ഖുർആൻ ഓതിക്കോ. മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തോ അല്ല സീരിയലിലെ കഥ പറഞ്ഞു കൊടുത്തോ. നല്ലത് വായിച്ചോ മോശപ്പെട്ടത് വായിച്ചോ. നീ എന്ത് ചെയ്തോ? നീ എന്ത് ചെയ്യുന്നുവോ, എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയാണ് നാളെ അല്ലാഹു നിന്നോട് പെരുമാറുക. മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ വിഷയം. ട്രാൻസ്പാരൻസി. ഇസ്ലാം അങ്ങനെയാണ്. വളരെ ക്ലിയർ ആണ്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആരെയും സ്നേഹിച്ചോ ഒരു കുഴപ്പമില്ല. ആരും സ്നേഹിച്ചോ. ഒരൊറ്റ ഹദീസ് ഓർക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാമിൽ കടന്നു വന്നതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ചോദിക്കട്ടെ, എത്ര ആൾക്ക് തോന്നിയിട്ടുള്ളത് ഭാഗ്യമാണ്? എത്ര ആൾക്ക് തോന്നിയിട്ടുള്ളത് ഭാഗ്യം? ഇസ്ലാം നമ്മൾക്കൊന്നും ഇസ്ലാം അറിയില്ല. മുസ്ലിമെ, ന്യൂ മുസ്ലിമീങ്ങളോട് ചോദിക്കും. ഇസ്ലാം വേണമെന്ന് പറഞ്ഞ് ദാഹിച്ചു വരുന്നൊരു സമൂഹമുണ്ട്. അവരോട് ചോദിക്കുക, എന്താണ് ഇസ്ലാമിന്റെ വില? നമുക്കത് പിടിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇസ്ലാം. നമ്മളങ്ങനെ നടക്കാൻ ഉപ്പായിട്ട് നമ്മൾ ആകെ ചെയ്യുന്ന പണി ജുമാഅത്ത് നിസ്കരിക്കുക. എന്താണ് ഇസ്ലാം? എന്താണ് ദീൻ? എന്താ എന്റെ റബ്ബ്? ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണ്? അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസ്, മുസ്ലിമാകാനുള്ള ഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഇത്രമേൽ സന്തോഷമുള്ള ഒരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്. എന്താ? അൻത മഅ മൻ അഹ്ബബ്ത. വളരെ സിമ്പിൾ ഹദീസാണ്. മനസ്സിലായിക്കോളൂ. കുട്ടികൾക്ക് എന്തെങ്കിലും കണ്ട പാട്ട് കാണാൻ പഠിക്കുന്ന നേരം കൊണ്ട് ഇതൊരു ഹദീസ് പഠിച്ചു. അൻത മഅ മൻ അഹ്ബബ്ത. ചൊല്ലിക്കോളൂ. അൻത മഅ മൻ അഹ്ബബ്ത. അൻത മഅ മൻ അഹ്ബബ്ത. നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. അല്ലാഹുവിന്റെ ഔലിയാഇനെ സ്നേഹിച്ചാൽ അവർ പോകുന്നിടത്ത്, ഉലമാഇനെയും ദീനിനെയും പള്ളിയെയും അല്ലാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും സ്നേഹിച്ചാൽ സ്വർഗത്തിലേക്ക്, നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവർ പോകുന്ന സ്വർഗത്തിലേക്ക്. അതല്ല, വ്യത്യസ്തമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ, നടീനടന്മാരൊക്കെയാണ്, കുറെ കളിക്കാരാണ് അല്ലേ. അവരെങ്ങോട്ടാ പോണത്? അവരൊപ്പം നിൽക്കുന്നത്. കുഴപ്പമില്ല, നിനക്ക് ആരെ സ്നേഹിക്കാം. ഞാൻ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല്, താടിയും ചില മുടിയും, 1-2-3 കെട്ടുകളും, 1-2 ഈ കുറച്ച് ബീഡ്സ് ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലോടും ഇതൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ബേജാറ്. ഇവരാരെയാണ് തഖ്ലീദ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തത്. ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ചെയ്യാത്തത് കൊണ്ടല്ല, ബേജാറ്. ആരെ സ്നേഹിച്ചാൽ കുഴപ്പമില്ല. നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണെന്ന് നിനക്കറിയാം, പഠിച്ചോറിയാം. ആരുടെ കോലം നീ കിട്ടുന്നത്, ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത്, ആരുടെ രീതിയാണ്, ആരാണ് നിന്റെ ഫേവറേറ്റ്സ്, നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ? അവർക്ക് സ്വർഗത്തിലേക്ക് പോകാം. അതല്ല, ഒരു മോശപ്പെട്ടവരാണോ? അവരോടൊപ്പം നരകത്തിലേക്ക്. ഇത് കാര്യം ഉറപ്പിച്ചോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി ലഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബാ ബക്കർ വഉമർ വഅർജു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. എന്റെ പ്രതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് എത്താൻ കഴിയുമല്ലോ.
അവർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ, മതി മതി മതി, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സ്വഹാബി 10 കൊല്ലം നബി തങ്ങൾ ഖിദ്മത്ത് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലി സ്വല്ലു അലൻ നബി. തിന്മകളുടെ നാടായിട്ടല്ല പടിഞ്ഞാറ്. തിന്മയൊക്കെ ചെയ്തിട്ട് ബോറടിച്ചിട്ട്, തോന്നിവാസം ചെയ്തങ്ങൾ ബോറടിച്ചിട്ട്, അതിന്റെ അർത്ഥം തോന്നിവാസം കൊണ്ടങ്ങൾ ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരും. അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മന്റെ അടുത്തൊക്കെ വരുന്നത് എന്തെങ്കിലും ആത്മീയത ഉള്ളത് കിട്ടാനുണ്ടോ നോക്കിയത്. ഞാൻ ഹട്ടും ഭാഗത്ത് തിരിഞ്ഞിട്ടല്ല, അങ്ങോട്ട് വരികയാണ്. എന്റെ തോന്നിവാസം ചെയ്തങ്ങ് മടുത്തു. എന്ത് ചെയ്യും? നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല, നീ ചെയ്യുന്ന തിന്മയും ഐക്യപ്പെടുന്നില്ല. അല്ലാഹു ഉറങ്ങുകയല്ല, നീ വേണ്ട പോലെ ജീവിച്ചോ. നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇതൊരു ഭയങ്കരമായ അല്ലാഹുവേ, ഈ തിന്മയുടെ കുടത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരയണമേ. ഖുർറത അയ്യുനിൻ, കണ്ണിന്റെ കുളിർമ തരയണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരായി ഞങ്ങളെ മാറ്റി തരയണമേ. ഇത് ദുആ ചെയ്യുന്നവർ വഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ. ഈ ദുആ പഠിച്ചു നോക്കണം മക്കളെ. ഇന്ന് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, ഈ ദുആ എങ്കിലും പഠിച്ചു നോക്കുക. കുറെ സ്ഥലന്മാർ സദസ്സിലിരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ചോദിക്കുക, അവർ എഴുതി തരും. ഓർമ്മല്ലെങ്കിൽ പഠിക്കുക. ഇത് ചോദിച്ചു വാങ്ങേ. എന്തേ? ജീവിക്കുന്ന ലോകം അതാണ്. തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ, തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെയാണ് നടക്കുന്നത്. എവിടെയും തിന്മ. വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാരെ കിട്ടുന്നു. മഹാനായ സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരും, തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്ൻ വദീനുഹു ഹവാ. ഒരു കാലഘട്ടം വരും, അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ടത് മെയിൻ ഒബ്ജക്റ്റീവ്, ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ, ഭക്ഷണം കഴിക്കാൻ. ഇതൊരു പണിയാക്കി കൊണ്ടുനടക്കുന്നവർ. പിന്നെ അവരുടെ ദീനന്റെ എന്താ റിലീജിയൻ ബിലോങ്സ് ടു ഹവ എന്ന് പറഞ്ഞാൽ ബോഡിലി കപ്രീസസ് ആൻഡ് പാഷൻസ്. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടത്താണോ അതിന് എന്റെ ദീന്. അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും കേൾക്കൂല, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആല. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറന്റ് എവിടെയാണ് ചെറുപ്പക്കാർക്ക് അറിയുന്നത്? കൈവക്കിയാട്ടെ. നല്ല രസമുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലം ഞങ്ങളോ കാസർഗോഡോ ഒന്ന്. പിന്നെ നല്ല ഫുഡ് എവിടെയുള്ളത്? നമ്മളെ പുറത്തല്ലാതെ പുറത്ത് 4 കൈവക്കളില്ല എന്തോ പ്രതിഷേധത്തിലാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ തിന്നാനുള്ള ഏർപ്പാടിൽ നിന്നും ഭയങ്കര. എല്ലാ ചാനലുകാരും കുക്കറി ഷോകളൊക്കെ നടത്തുന്നത്. തിന്നോളൂ, നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ. പിന്നെ അടുത്ത വസീയത്ത് എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ, തീറ്റിപ്പിക്കുക. ഇതിന്റെ പരിപാടി തിന്നാൻ വേണ്ടി ജീവിക്കാൻ. ആലോചിച്ചു നോക്കി കാലം പോയപ്പോ. തിന്നാന്ന് പറഞ്ഞ വലിയ പണിയാണ്. ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലെ? പേർഷ്യൻ അർത്ഥവാക്യം അങ്ങനെ. ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായി തിന്നു കഴിഞ്ഞ് തടിക്ക് വന്ന പിന്നെ കുക്കറി ഷോന്റെ നമുക്ക് നടത്തുന്നത്. എന്തേ അർത്ഥം? ഞാൻ ജീവിക്കണം ഇതിന് തന്നെയാണ്. അപ്പൊ ചെറുപ്പക്കാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരൊക്കെയോ ആണല്ലോ ഇഷ്ടമെന്ന് പറയണത്. ഞാൻ ആരില്ല, അമ്മക്കത്തിനെ കുറിച്ച് പറയണത്. തടില്ലോ ഇല്ലാത്തത് തിന്നാൻ വേണ്ടി നടക്കുക. ആകെ പണിയല്ല. പിന്നെ പറയാം, അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവ, എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ. അത് തെളിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. ഇതാണ് ഇപ്പൊ മക്കൾ പറയണ വാക്ക്.
പ്ലസ് ടു എത്തിയ കുട്ടികളോട് ഉമ്മാർക്ക് സംസാരിക്കാൻ പേടിയാണ്. മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി. എന്തിനാ വാപ്പ അമ്മ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കുന്നത്? അവരോട് പറയാൻ പേടി. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കട്ടോ എന്റെ കുട്ടിയോട്. ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്? ആരായി കുഞ്ഞിനെ വളർത്തിയത്? അവര് പറഞ്ഞാൽ കേൾക്കുന്നില്ലേ? ഇത് മക്കളാണോ? ഇത് മക്കളെ വിരലിനെ പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണമെന്നാണ്. വിരലിന് പിടിക്കാൻ പറ്റുന്ന ഒരു കാലമുണ്ട് മക്കൾക്ക്. വിരലിന് പിടിച്ചാൽ കിട്ടുന്ന കാലം ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ? പിന്നെ കിട്ടൂല. അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവർ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ? പിന്നെ ഈ മക്കളൊക്കെ കയ്യിൽ നിന്ന് ചടിപ്പോയി. എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. അതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞാൽ എന്തിപ്പോ കണ്ടുപിടിക്കാൻ തോന്നുന്നുണ്ട്? നമ്മളോട് ഇപ്പൊ തോന്നുന്നത് വ്യഭിചരിക്കാനാണ്. നാം തോന്നുമ്പോൾ വയ്ക്കുന്നത് അതെവിടെയുള്ളത്? ഇപ്പൊ തോന്നുന്നത് നമ്മളാ പുതിയ ഫിലിമാണ് വന്നിട്ടാണ്. ഇപ്പൊ തോന്നുന്നത് നമ്മള് ബാക്കിൽ ഫോർട്ടിൽ പോയിട്ട് അവിടെ പോയി എന്നിട്ട് കുപ്പിയൊക്കെ പൊട്ടിക്കുക. എന്നാ പിന്നെ അത് ചെയ്യാം. എന്താ തോന്നുന്നത് അത് ചെയ്യാം. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാം. അപ്പൊ എന്താണ് ദീൻ? ആര് പറഞ്ഞാൽ കേൾക്കുന്നത്? ആര് പറഞ്ഞത് കേട്ടു? ശരീരം പറയുന്നത്. ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. وأما من يدركنه خاف مقام ربه അല്ലാഹുവിന്റെ മുൻപിൽ പോയി എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് പേടിക്കുകയും അള്ളാഹുവിനടുത്ത് കിട്ടൂലേ. ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന്റെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ. അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം? അത് ചെയ്യാം, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാണ്. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ്, അവരെന്താ പറയാ, ആകെ ചോദിക്കുന്ന ഉമ്മമാർക്ക് ചോദിക്കുന്നത്, ആർ യു ഹാപ്പി? യാ ഐ ആം ഹാപ്പി. ആർ യു സേഫ്? യെസ് ഐ ആം സേഫ്. Is it your decision? Yes, I did it. Yeah, I chose it. All right. നിനക്ക് ഇഷ്ടമായോ? അല്ലേ? നീ സുരക്ഷിതനാണോ? സുരക്ഷിതയാണോ? ഇത് നിന്റെ ഇഷ്ടമാണോ? പിന്നെ ഇത് വാപ്പാലോ ചെയ്യുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമായോ? ഇത് ചിന്തിക്കുന്നില്ല. തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്. നമുക്കിപ്പോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ താഴ്ത്തുന്നത്, എന്തൊരു അന്തസ്സിലായിരിക്കണത്. ആർക്കവിടെ ആഗ്രഹം? അടുത്തിരിക്കുന്ന ആൾക്ക് 1-2 അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാണ്. നമ്മൾ അടിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അടിക്കില്ല? കയ്യൊക്കെ ഒന്ന് നീട്ടാൻ ഊരി പറയുമ്പോ മറ്റവന്റെ മുഖത്തേക്ക് ഒന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? തടിനെ നീ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? നല്ലൊരു സഭയിലാകുന്നത് എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ ഒരു പെണ്ണെന്ന് ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ ഇങ്ങനെ ഇറങ്ങിപ്പോയത്? എന്തിനു ബുദ്ധി ഉണ്ടായില്ലേ? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണില്ല എന്ന് വിചാരിച്ചത് നീ അങ്ങ് മറന്നല്ലേ? ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. മനുഷ്യന് വളരെ ദുർബലനാണെന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ. പക്ഷേ ഒരു പെണ്ണിനെ ഹറാമിലേക്ക് ക്ഷണിച്ച ഒരു കാണാൻ ഭംഗിയിൽ ഒരു പെണ്ണോ നടന്നു പോവുകയോ ചെയ്താൽ ഇവരങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ. എന്നിട്ട് ഇതിന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടില്ലേ? എന്നിട്ട് പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്. അസ്മഈ എന്നവർ വലിയ നഹ്വി പണ്ഡിതനാണ്, നഹ്വിസ്റ്റ് എന്ന് പറയും.
ഗ്രമേറിയൻ റിട്ടോറിക് സ്കോളർ, ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ. ഒരുപാട് യാത്ര ചെയ്ത ആളാണ്. അദ്ദേഹം പറയാൻ, ഞാൻ അറാബിയെ കണ്ടു, കണ്ണിങ്ങനെ ചെവന്ന് തൊടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട്, ചെങ്കണ്ണ് പിടിച്ചതാ. ഞാൻ ചോദിച്ചു, ആ കണ്ണൊന്ന് തുടച്ചൂടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത്. തിന്നാനെതിരെ ഞാൻ കൊണ്ടുവരട്ടെ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത്. ധാരാളം പറഞ്ഞു കൊടുക്കുക, ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ, അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും. അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയുന്നില്ലേ, അത് നമ്മൾ ദുനിയാവിലൂടെ കാണുന്ന അങ്ങനെയല്ലേ? ഡോക്ടർ പറഞ്ഞു തുടരുത്, തോന്നുന്നില്ല. ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത്, പിന്നെ തോന്നുന്നില്ല. ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ്, ഇറച്ചിയും ഇതൊക്കെ ഒഴിവാക്കണം, അപ്പൊ ഒഴിവാക്കി. ഡോക്ടർ പങ്കെടുക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും ചെയ്യും ചെറുപ്പക്കാരൻ, അല്ലെ? ഡോക്ടർ പറഞ്ഞ് അടിച്ചു പോകും, ഇതിന്റെ കാര്യം ഒറ്റ പോക്കാണ്, ലിവറൊക്കെ പോയിട്ടുണ്ട്, കിഡ്നിയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും. തൗബ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊരാൾ ചോദിച്ചു, അല്ല അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബയുണ്ടോ? അള്ളാഹ്ക്കല്ലാത്ത വല്ല തൗബ ഉണ്ടോ? തൗബ അള്ളാഹ്ക്ക് തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അള്ളാഹ്ക്കല്ലാത്ത തൗബ ഉണ്ടാവും. എങ്ങനെ? ഈ കേസിൽ സിസർ വലിച്ച് ആകവൻ ചെയിൻ സ്മോക്കറും ചെയിനും ഒക്കെ ആയിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നിർത്തിയിട്ടില്ല, ഈ കാര്യം പോക്കാണ്. അപ്പൊ നിർത്തി. തൗബ ചെയ്തേ, ഞാൻ തുടരുന്നില്ല. ഞാനത് ഇന്നലെ രാത്രി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ നിർത്തിയത് എന്തിനാ? ഈ തൗബ എന്താ? തടി പോകുമെന്ന് പറഞ്ഞപ്പോഴുള്ള തൗബയാണ്, അതല്ല തൗബ. കുടിച്ച് മതിമറന്നു പോയി മരിച്ചു പോണവരെത്ര, അറ്റാക്കാവുന്നവരെത്ര, മൂലൊക്കെ കിടക്കുന്നവരെത്ര. ഡോക്ടർ പറഞ്ഞു, ഇനി കുടിച്ചാൽ ഞാൻ നിങ്ങൾ ചെക്ക് ചെയ്യ പോലുമില്ല. അങ്ങനത്തെ നല്ല ഡോക്ടർമാരുണ്ട്, അല്ലെ? അപ്പൊ നിർത്തും. ഇനി ഞാൻ കുടിക്കൂലോ പഠിച്ചോളെ, ഞാൻ നിർത്തി. എന്റെ പേര് നിർത്തിയത് തൗബയാണോ? ഇത് തൗബല്ല, ഇത് നിന്റെ തടിക്ക് വേണ്ടി നീ നിർത്തിയതാ. വ്യഭിചാരം 9 മാസം ഇഷ്ടം പോലെ നടക്കുക. ഗൾഫുകാരായ സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെട്ട്, കഷ്ടപ്പെടുന്നവരില്ലാത്തവരുണ്ട്, അതൊക്കെ അങ്ങനെ പറയാം. കഷ്ടപ്പാടില്ലാത്തവരുണ്ട് ഗൾഫിലൊക്കെ. ചുളിവിൽ കാശുണ്ടാക്കുന്നവരുണ്ട്, നന്നായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ ആറങ്ങാടിക്ക് വരുന്നത്. ഇവിടുത്തെ പള്ളി മദ്രസൊക്കെ ഉഷാറാക്കിക്കണം. അൽഹംദുലില്ലാഹ്, ഒരു 5-5 ലക്ഷം രൂപ കടണ്ടെന്ന് കേട്ടത്. ആറങ്ങാടിക്കാരെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ബാധ്യതയല്ലേ ഉള്ളൂ. ഒരു 5 ലക്ഷം കടം നമ്മളെ മദ്രസയുടെ കിട്ടും. നമ്മളെ മദ്രസ കിട്ടുന്ന ഏതാണ്? അപ്പുറത്താണ്. അപ്പോ അതൊക്കെ എടുത്ത് വീട്ടാനുള്ള ഒപ്പൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. എത്ര 5 ആള് വിചാരിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് പിരിവ് അറിയിപ്പിക്കാനല്ല, ഞാനത് ചെയ്യൂല. നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക. നിങ്ങൾ പിന്നെ ലിസ്റ്റ് ഇട്ട് വായിക്കുന്ന പേരൊന്ന് പറഞ്ഞു കൊടുക്കണ്ട. എന്റെ വക 1 ലക്ഷം അത് പറയണ്ട, പോയി 6 ലക്ഷം. അത് കമ്മിറ്റിക്കാരെ കണ്ടിട്ട് മിണ്ടാതെ പുറത്തേക്ക് ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ള പുറത്തു തരാനും ഹറാമുമായി ഇടപെട്ടതൊക്കെ അള്ള മാപ്പാക്കി തരാനും എന്റെ വക 2 ലക്ഷം ഞാൻ തരുന്നു. അത് കമ്മിറ്റിക്കാരും അള്ളയും മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ ആരോട് പറയുന്നത് കണ്ട ഇവിടെ നോട്ടീസ് ചെയ്തിടാനും വേണ്ട. അങ്ങനെ ചെയ്തേക്കണം. പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞല്ലോ, കണ്ടാവും. ഒന്നും വേണ്ട, അതൊക്കെ പത്രത്തിൽ തന്നെ വരുള്ളൂ. അത് ഇന്ന് നേരം പത്രം രാവിലെ ഇറങ്ങി വൈകുന്നേരം പോകുന്നതിന് പിന്നെ ചവറ്റുകൊട്ടയിലേക്ക് ഇറങ്ങില്ല. അതാണ് പത്രത്തിന്റെ അവസ്ഥ. പിന്നെ എന്തിനാണ് വെറുതെ 1-1.5 ലക്ഷം രൂപ വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? പത്രത്തോടുകൂടെ എന്റെ സ്വഭാവം അതിന്റെ കൂലി അതന്നെയാ, പത്രത്തിൽ വന്നതാ. പിന്നെ എന്നാലും തോന്നുന്നുണ്ടാവും. ഇതൊന്നും ചെയ്യല്ലേ, നമ്മളൊക്കെ ഒന്ന് ഉഷാറായിട്ടുണ്ടെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഉഷാറാവണം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കൊടുത്തയക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടിലെത്തി വിനിമയം ചെയ്യപ്പെടുന്ന രീതികൾ എങ്ങനെയാണ്? എന്താണ് നടക്കുന്നത്? കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ്. അല്ലാഹുവിനെ ശുക്ർ ചെയ്യണ്ടേ? اللهم اجعلنا من الشاكرين لك ومن التوابين. അല്ലാഹുവേ, ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്യുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം തൗബ, അല്ലാഹുവിന് വേണ്ടിയാ തൗബ. ഗൾഫാരൊക്കെ ഭർത്താക്കന്മാര് പുറത്താ, ചെറുപ്പക്കാര് ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ന്യൂ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പണി അവർക്കില്ല. അപ്പൊ അവർ നമുക്ക് പണി തരും. അതാണ് നടക്കുന്നത്. അവർക്കൊരു പണിയില്ല, പിന്നെ എന്തെങ്കിലും അവർക്കൊരു പണിയില്ല. എന്താ ചെയ്യാ? ഒരു പണി പഠിക്കുന്നുണ്ടോ? ഇല്ല. 4ാം ക്ലാസ് നിർത്തിയിട്ട് നടക്കുക, അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയതാ. പഠിക്കണില്ല. പഠിക്കുന്നത് കുറച്ച് നേരം ബുക്ക് വെച്ചിട്ട് പോണേ ഉള്ളൂ. തിരിച്ചു വരുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്തിക്കണോ? ഇല്ലേ? അല്ലാഹു ഒരു ഫോളോ
ആരും നടത്തണമില്ല. ഇവർക്ക് പിന്നെ പിശാച് വരൂലേ, ഒരു പണി കൂടെ ഇല്ലെങ്കിൽ അവന്റെ കൂടെ പിശാച. അപ്പോ വീടുകളിൽ കയറുന്ന അവസ്ഥകൾ വരും. പൊതുവാസനം നടക്കുന്നുണ്ട്, ഇടയ്ക്ക് പിടിക്കപ്പെട്ടു, പിടിച്ചു. പിന്നെ തൗബ ചെയ്ത് പഠിച്ചോനെ ഇനി ഞാൻ ചെയ്യൂല കേട്ടോ, മാപ്പ് 100,000 മാപ്പ്. ഇതല്ല തൗബ. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്യുന്നതാ തൗബ. ഇത് അള്ളാഹുവിന്റെ തൗബ, നാട്ടുകാർക്കുള്ള തൗബയാണ്. അതിന്റെ മുമ്പ് ചെയ്യണ്ടേ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൈമുറിക്കപ്പെടേണ്ട ഒരു കേസ് വന്നപ്പോ ആള് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറേ, പറഞ്ഞൊന്ന് കേൾക്കണം കേട്ടോ, ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത മോഷണം, അതിനങ്ങ് പിടിക്കപ്പെട്ടതാ. അങ്ങനെയുണ്ടാകുമല്ലോ, ആദ്യമായിട്ട് കുറ്റങ്ങൾ ചെയ്തപ്പോ പിടിക്കപ്പെട്ടു. അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് ഇവർ തങ്ങൾ പറയാൻ പോണത്. ഇവർ തങ്ങൾ പറഞ്ഞു, കദബ്ത യാ അദുവല്ലാഹ്, നുണ പറയാനല്ലേ. ഇന്നല്ലാഹ ലാ യഹ്തികു സിത്ര അബ്ദിൻ, ഒരു മനുഷ്യന്റെ സ്വകാര്യത അല്ലാഹു വെളിപ്പെടുത്തൂല. ഇല്ലാ ഇദാ അമിലഹാ മിറാറ, ഒരുപാട് തവണ തിന്മ ചെയ്യുമ്പോഴാണ് അല്ലാഹു ആ തിന്മയുടെ ഖബർ അങ്ങോട്ട് തുറന്നിടുന്നത്, അപ്പോഴാണ് പിടിക്കപ്പെടുന്നത്. ഒരിക്കൽ ചെയ്യുന്നവൻ അല്ലാഹു മറച്ചു വെക്കുന്നുണ്ട്, രണ്ടാമത്തെ തവണയും അല്ലാഹു മറച്ചു വെച്ചു അല്ലേ, മൂന്നാമത്തെ തവണ നീ പിടിക്കപ്പെട്ടു. എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു? അല്ലാഹുവിന്റെ വിശുദ്ധമായ നിയമത്തെ നീ ലംഘിക്കുന്നത് തുടരുകയാണ്. അല്ലാഹു നിന്നെ ഒന്നാമത്തെ തിന്മയിൽ തന്നെ പിടിക്കൂല എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ പിടിക്കപ്പെടുമ്പോൾ തൗബ, ഇതല്ല തൗബ. തൗബ അല്ലാഹുവിന് വേണ്ടിയുള്ള എന്തേ തൗബ എന്നൊക്കെ പറഞ്ഞ ഖബറിൽ പോയി കിടക്കുമ്പോൾ സുഖം വേണം മുമ്പിനെ. ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും. തടിമക്കൊരു ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് ചെറുപ്പക്കാരനും ചിരി കഴിഞ്ഞോ? കാൽമുട്ടിന് വേദന, ഡോക്ടർ പറഞ്ഞു ഒന്ന് പരിശോധിച്ചു നോക്കി, ഡയഗ്നോസ്, നമുക്ക് നോക്കാം എന്താണ്, കുഴപ്പമൊന്നുമില്ല. പഠിച്ചോനെ, ആ ഡോക്ടറുടെ വർത്താനം കേട്ട് എനിക്ക് തോന്നുന്നത് മറ്റേതാണെന്നാണ്. പറഞ്ഞാൽ ക്യാൻസർ ആണോ? ഈ ശങ്ക വന്നാൽ കഴിഞ്ഞില്ലേ, പിന്നെ ആർക്കാ ചിരി, പിന്നെന്തിനാ മൊബൈൽ, പിന്നെന്ത് വാട്സപ്പ് പോലെ, പിന്നെ എന്ത് നെറ്റ്, പിന്നെ എന്ത് ഫോണ്, പിന്നെന്തില്ല വേറെ, പിന്നെ എന്ത് സ്നേഹം, എന്ത് പ്രേമം, പിന്നെ ഒരു മണ്ണാങ്കട്ടിയില്ല. ഇനി ഞാൻ അമ്മാനടുത്ത് പോകും, എന്റെ റബ്ബെന്നെ സ്വീകരിക്കുമോ ഇല്ലേ? ഇതാണ് ചിന്തിക്കുന്നത്. തടി ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഭയങ്കര. ഇത് പിടിച്ചു നിർത്തണം, ഇത് ആണും പെണ്ണും പിടിച്ചു നിർത്തണം. അതിനാ അല്ലാഹു സ്വർഗ്ഗം തരാൻ പോണത്. അതിനാ സ്വർഗ്ഗം. ഇവിടെ തോന്നിയ പോലെ നടക്കുകയാണ്, പിന്നെ അവിടെ ചെന്നിട്ട് സ്വർഗ്ഗവും യാ അല്ലാഹ് നടക്കൂല. അൽഖൈസ് മൻ ദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്ത്. അലാ ബുദ്ധിമാനി, ആരാണ് ബുദ്ധിമാനി? ബുദ്ധിമാനി എന്ന് പറഞ്ഞത് കുറെ 100,000 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ആളല്ല. മത്സരം, ബുദ്ധിജീവി ഒന്നല്ല. റിയാലിറ്റി ഷോകളിൽ നിങ്ങൾ ഷോക്കേസ് ഇതൊന്നല്ലോ ബുദ്ധി. അൽഖൈസ്, ആരാണ് ബുദ്ധി? മൻ ദാന നഫ്സഹു, ശരീരത്തെ അടക്കി പിടിച്ചവൻ. ഉദ്ദേശം ചെയ്യണമെന്നൊക്കെ തോന്നി, അവിടെ അടങ്ങി കിടക്ക്, നരകമാണ് നീ ചോദിക്കുന്നത്, പോകല്ല. മൻ ദാന നഫ്സഹു, ശരീരത്തെ കൺട്രോൾ ചെയ്യുകയും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ വെച്ച് ഒരുങ്ങുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാനി. അവനാണ് ബുദ്ധിമാനി, അവനാണ് ബുദ്ധിമാനി. ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ബുദ്ധിയില്ലാത്തവൻ മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലാ അല്ലാഹിൽ അമാനി. തോന്നിയതുപോലെ ജീവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചു, തോന്നിയതൊക്കെ ചെയ്തു, തോന്നിയതൊക്കെ ചെയ്തു. ഇവിടെ തോന്നിയെന്ന് അവളെ പ്രേമിക്കണം, അവളെ കൂടെ, പിന്നെ തോന്നിയല്ല പിന്നെ പെണ്ണിന്റെ കൂടെയാണ്, പിന്നെ അവളെ കൂടെ, പിന്നെ തോന്നിയതല്ല അവളെ കല്യാണം കഴിയും, പിന്നെ അവളെ തൊലാക്കില്ല, പിന്നെ വേറൊന്നും കിട്ടാൻ, അങ്ങനെ തോന്നിയതൊക്കെ ചെയ്തു. എന്താ ചെയ്തത്? ഞാൻ മുസ്ലിമാണല്ലോ, രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ തോന്നലിന്റെ ഉള്ളിലൊരു തോന്നലും, ഇത് വൃത്തികേട് കഴിച്ചാലും പിന്നെ ഒരു ഹജ്ജ് ചെയ്ത ഉസ്താദന്മാർ 1,000 രൂപ കൊടുത്താലും അത് വായ്പ കബൂലാക്കി ഞാൻ രക്ഷപ്പെടുമല്ലോ. നീയാണ് പരമവിഡ്ഢി, നീയാണ് പരമവിഡ്ഢി. നിന്റെ ശരീരത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലല്ലേ, നിനക്ക് ഇഷ്ടമാണെന്നല്ലേ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ചെറുപ്പക്കാരുടെ പ്രശ്നം എന്താ? നമ്മൾ ഈ സിനിമകൾ പഠിപ്പിക്കണം തയ്യാറോ? അന്നൊക്കെ ഉസ്താദ്മാർ പറഞ്ഞു ഈ പെട്ടിയൊക്കെ കൂട്ടി വെച്ചോളി അല്ലേ, ഇത് ശൈത്താൻ പെട്ടിയാണ്. അന്നാണ് ഉസ്താദ്മാരൊക്കെ കളിയാക്കായിട്ട് ഇവർക്ക് ലോകം തിരിയില്ല. ഇപ്പൊ ആർക്കാപ്പ തിരിഞ്ഞത് ലോകം? ആർക്കാപ്പ തിരിഞ്ഞത്? ആ കാണുന്ന ന്യൂസ് നാളെ പത്രം വന്നാക്കും. ചാനലുകാരൻ 4 ആളെ വീഡിയോ കോൺഫറൻസിൽ നിർത്തിയിട്ട് 2 മണിക്കൂർ ചോദിച്ചതൊക്കെ പിന്നെയും ചോദിക്കും, പറഞ്ഞു തന്നെ പിന്നെയും പറയും. ഓന്റെ പണിയാണ് 2 മണിക്കൂർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ശമ്പളം കിട്ടൂല. നമ്മൾ വാങ്ങിച്ച് അങ്ങനെ കാണുക, ഇത് കണ്ടിട്ട് വേണം ഉറങ്ങാൻ.
നാളെ പോലും ജയിക്കോ ഇല്ലേ? എന്താ ചർച്ച? ഇന്നത്തെ രാത്രിയിലെ ചർച്ച നാളെ ആര് ജയിക്കും? ഒന്നര കണ്ണാടി നാളെ നേരെ മൊത്തം കിട്ടുന്ന സംഗതിയല്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യും. അത് ചെയ്യൂല. അങ്ങോട്ട് പറയാം വാർത്ത കാണാനൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഏത് ആണുങ്ങളൊക്കെ വാർത്ത കാണുന്നത്? എന്തിനാണ് ഇത് നടക്കുന്നത്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? എടുത്ത് ഒഴിവാക്കിക്കോ. പച്ച ഒഴിവാക്കിക്കോ എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ കേൾക്കൂല, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയണം, ഇത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? നീ നിന്റെ പടച്ചവനായിക്കോ, നീ നിന്റെ റബ്ബുമായിട്ട് തന്നെ തീർത്തേക്ക്. അതല്ല ഔട്ട് ഓഫ് കൺട്രോളാ. കുട്ടികൾ എന്തൊക്കെയൊക്കെ കാണും, പെണ്ണുങ്ങൾ വെറുതെ ഇരുന്ന സമയങ്ങളിൽ എന്നാ പിന്നെ എടുത്ത് ഒഴിവാക്കിക്കോ. അതിന് 2 ദിവസം കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു അയലോകത്ത് പോയി കാണണം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. നിന്റെ വീട്ടിൽ അതിനവസരം കൊടുക്കണ്ട. സിനിമകൾ പഠിപ്പിച്ചത് എന്താ? തന്നിഷ്ടം. അത് എനിക്കിഷ്ടം, എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുറെ പെണ്ണിട്ടുള്ള രാജ്യവും പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണം മുസ്ലിം പെണ്ണും. ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം, അല്ലേ? ഞാൻ എന്താ പറയുന്നത്? 15 വയസ്സ് വരെ, 20 വയസ്സ് വരെ, 18, 20 വയസ്സ് വരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ, അല്ലേ? ജീവിക്കണം എന്തിനാ? കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കുന്നത്. അങ്ങനെ പറയാം. ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തോണ്ട് റൊമാൻറ്റിക് ആവുമ്പോൾ എന്ത് കുഞ്ഞിക്ക് കുഞ്ഞൊന്നും വേണ്ടെന്നൊക്കെ തോന്നുന്നു. അതൊക്കെ നീ പറയുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടാകുമ്പോൾ ആ ജീവിതത്തിന് സന്തോഷമുണ്ട്. ആ കുഞ്ഞിനെ കുഞ്ഞുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത്. കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിനെ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലേ? 15, 18 വയസ്സാകുമ്പോ 20 വയസ്സാകുമ്പോ കുഞ്ഞിനെ കല്യാണം കഴിച്ച് നല്ലൊരു വ്യാപാരം ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിനെ യോജിച്ച ഒരു വരനെ അവർ കണ്ടെത്തുകയാണ്. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് ഈ പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ, പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി, ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയും, എനിക്ക് മറ്റൊരു ഇഷ്ടമാണ്. എന്താണോ നീ പറയുന്നത്? പെണ്ണ് പറയാ, എനിക്ക് പുതിയാപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നത് പറയാൻ പഠിപ്പിച്ചത്? ആരാണ്? എന്റെ ഉസ്താദ് ആരാണ്? അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി, കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത്, അല്ലേ? സ്വന്തം മക്കളോ സ്വന്തം കുടുംബത്തിലോ അവരുടെ സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല. മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അല്ലേ? ഇവിടെ കല്യാണം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് പിന്നെ വേണ്ട. ആരാണ് പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്? ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചുവട് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോയില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ചിന്റെ സ്വന്തം എന്ന് മണ്ടാൻ കേട്ടാ, നിന്റെ സ്വന്തല്ലേ? അള്ളാഹു ഹലാലാക്കിയ നിക്കാഹിലൂടെ, വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ അള്ളാഹു തആല മനുഷ്യ ജീവിതത്തിൽ അവരുടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. ഒരു ഭാര്യയോ ഭർത്താവോ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഇന്റിമസി അവിടെ വേണം. അങ്ങനെ ഒരു ബന്ധം നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അൻകഹ്തുക വസവ്വജ്തുക, എന്റെ പെണ്ണിനെ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു, പൊരുത്തപ്പെട്ടു തരുന്നു. ബിമഹരി കദാ, എന്റെ റസൂൽ പഠിപ്പിച്ചത് അതാണ്. ഇന്ന മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു എന്ന് ഈ പെണ്ണിന്റെ വലിയ ഉത്തരവാദപ്പെട്ട ആള് ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പെണ്ണേതിന്റെ ശരീരം നീയുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു അന്യപുരുഷൻ അന്യ മുസ്ലിമിനെ ഹലാലാകുന്നത് ഹലാലായ അള്ളാഹു പുണ്യമാക്കിയ നിക്കാഹിലൂടെയല്ലേ? ആ നിക്കാഹിലൂടെ നീ സ്വീകരിക്കേണ്ടതിന് പകരം നീ ഒളിച്ചോടി. എന്തായി ഒളിച്ചോടെന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞാൽ നിന്നെ ഇട്ടവൻ ഓടില്ലേ? ഇവിടുന്ന് നേരെ വിടും ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ വിടും ബാംഗ്ലൂരിൽ, പിന്നെ അടുത്ത സ്റ്റോപ്പിലേക്ക് ഡൽഹിയായിരിക്കും. അതിൽ പോകില്ലേ? കയ്യിലെ സ്വർണ്ണത്തെ തീർന്നില്ലേ? നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാലകൾ കിട്ടിയ പ്രാശിൽ
ഇത്രാവിന്റെ പണിക്കൂലി ഇത്ര, പണി കുറവ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് അധ്വാനിച്ച് ഒരുപാട് കാശിന് വാങ്ങിക്കൂട്ടിയ നിന്റെ സ്വർണ്ണമാലകളും വളകളും ഏതെങ്കിലും ടൗണുകളിലെയോ സിറ്റികളിലെയോ കണ്ട ജ്വല്ലരിക്കാരന് കിട്ടിയ കാശിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് അതുകൊണ്ട് കൂത്താടി ജീവിച്ച് ഒരു മാസം നിന്റെ കൂടെ നിന്റെ ശരീരത്തിൽ ഹറാമായത് നീയും അവരും ആസ്വദിച്ചു കഴിഞ്ഞാൽ ഇവന് നിന്നെ പിടിച്ചു നിർത്താൻ കഴിയോ? പിന്നെ നിന്നെ കാഴ്ച വെച്ചില്ലേ മറ്റുള്ളവർക്ക് കൊടുക്കല്ലേ? പിന്നെ ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ചാർത്തി കൊടുക്കുന്ന വസ്ത്രമാണ്. ഒരു വിശ്വാസിയും വ്യഭിചരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ ഈമാനില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ മോഷണം ചെയ്യുന്നതോ കണ്ടവന്റെ പൈസ കൊണ്ടുപോകുന്നതോ കുട്ടടിക്കുന്നതോ നീ ചെയ്യുന്ന നേരത്തെ നിന്റെ കൂടെ ഈമാനില്ലെന്ന് അല്ലാഹു ഈമാൻ ഉയർത്തിക്കളഞ്ഞു. ഈമാൻ ഉയർത്തിക്കളഞ്ഞാൽ അവിശ്വാസികൾക്ക് കൊടുക്കുന്നത് എന്താ? നരകമാണ്, തീയിലേക്കാണ് നിന്റെ പോക്ക്. ഇതൊന്നും ചിന്തിക്കാതെ നിന്റെ ഭർത്താവ് നിന്നെ നിക്കാഹ് ചെയ്ത ഭർത്താവ് ഉണ്ടായിരിക്കെ ആ ഭർത്താവിൽ നിനക്ക് ഹലാലായ 1, 2, 3 മക്കൾ ജനിച്ചിരിക്കെ അല്ലെങ്കിൽ നിന്റെ കല്യാണം നടന്നിട്ടില്ല എന്ന് വിചാരിക്കെ നീ വല്ല +2നോ നീ വല്ല ഗ്രാജുവേഷനോ പഠിക്കാന്ന് വിചാരിക്കുക പെൺകുട്ടി. എന്നിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിയോടി നിന്റെ ശരീരം ഹലാൽ കൊണ്ട് സ്വീകരിക്കേണ്ടതിന് പകരം ഹറാം കൊണ്ട് മലിനപ്പെടുത്തി പിന്നെ നീ നിക്കാഹ് ചെയ്തിട്ട് എന്ത് കാര്യം? അല്ലാഹു അനുവദിച്ചതിനെ നീ പിച്ചു ചീറുകയും ഹറാമാക്കിയതിനെ പിച്ചു ചീറുകയും നിന്റെ ശരീരത്തെ മലിനപ്പെടുത്തിയില്ലേ നിന്റെ ബന്ധത്തെ? അതുകൊണ്ടല്ല സഹോദര, പ്രേമ കല്യാണം നിലനിൽക്കാത്തത് എന്തായി ഒളിഞ്ഞു പോണത്? നിനക്ക് ഇങ്ങനെയാണ് താരെ തൂക്കിയ ഇതൊക്കെ പറയും. പ്രേമുണ്ടാകുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞപ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കാ. ഷേക്സ്പിയറുടെ നോവലോ മറ്റ് നാടകങ്ങളൊക്കെ വായിക്കുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയി പോയി. ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നം. ഈ ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞത് മലയാളം, ഇംഗ്ലീഷ്, മലയാളം, എനി ലാംഗ്വേജ് അതിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞത് 3 മാസങ്ങളായിട്ട്. പിന്നെ ഈ സാഹിത്യകാരന്മാർ എഴുതി വിടുന്നത് ഒരു ഉള്ളിനുള്ളിലേക്ക് ഈ വികാരങ്ങൾ ഇതൊക്കെ എഴുതിയിട്ടങ്ങൾ വിടാനേ പറ്റുള്ളൂ. ഷേക്സ്പിയറൊക്കെ പറയുന്നത് ഈ പല 3 മാസങ്ങളും നമ്മൾ ഭയങ്കര ലിറ്ററേച്ചർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാ, എനിക്ക് നീ വിളിച്ചാൽ ഞാൻ വരും. ആരുടെ കൂടെയാണ് നീ പോകേണ്ടത് മോളെ? ആരുടെ കൂടെ പോണം? നിന്നെ നിക്കാഹ് ചെയ്ത നിന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ പോകാൻ പാടുള്ളൂ. ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചു വരുന്ന പെണ്ണല്ലേ നിനക്ക് അനുവദിക്കപ്പെടൂ. ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ കൂടെ നിന്ന് തന്നാൽ പോലും വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മർവാ. അങ്ങനെ തോന്നിവാസത്തിന് തന്നെ വിളിക്കുന്ന പെണ്ണിനോടോ ആണിനോടോ ഞാൻ ഇതിൽ മോളെ ഞാനും നീ മുസ്ലിമല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോകണ്ടയോ എന്ന് തിരിച്ചവൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ നിന്റെ വിരലുകൾക്ക് ആവതില്ലല്ലേ? അല്ലേ? നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഇങ്ങനെ ലവ് മെസ്സേജുകൾ വരുമ്പോ നീ ഫ്രണ്ടായിട്ട് അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ആഡ് ചെയ്യുന്നത് തന്നെ ഹറാം. ഫേസ്ബുക്കിലെ കിതാബ് കൊണ്ടപ്പോൾ കുടുങ്ങിയത് വല്ലാത്ത കിതാബായി പോയി. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. അതിൽ ചേരില്ല തെറ്റുമുണ്ട്, ചെറുതും വലുതൊക്കെ ഇല്ല. സുബ്ഹാനല്ലാഹ്. തിന്മയിലേക്ക് നമ്മുടെ സെക്ഷൽ അർജസ്, മനുഷ്യന്റെ വൈകാരികമായ പ്രശ്നങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വാക്കുകൾ, അത്തരം മെസ്സേജുകൾ വരുന്ന സമയത്ത് ഒന്ന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ അവൾക്കൊരു ഉപദേശം കൊടുക്കുകയോ അവനെ ഒന്ന് ഉപദേശിക്കുകയോ ഒരായത്തോ ഒരു ഖുർആനോ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് എന്തെങ്കിലും അയച്ചു കൊടുത്ത് അവരെ നന്നാക്കിയതിന് പകരം അവരുടെ കൂടെ പിശാചിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞല്ലേ? അല്ലേ? വല്ലാഹു യഅലമു ഖായിനതൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ.
അണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ ആരാണ് നിന്നെ പഠിപ്പിച്ചത് മോളെ? എന്റെ മുമ്പിനെ ഒക്കെ നമ്മുടെ TV സംസ്കാരം മുമ്പിനെ അല്ലേ? നിങ്ങൾ പറഞ്ഞു ഇവിടെ വേദം പറയുന്ന ഉസ്താദ്മാര് ജാതി മതം നോക്കാതെ ഇറങ്ങിപ്പോയിക്കോന്ന്. മുസ്ലിമായിട്ട് മസ്അല പറയാൻ ഫിഖഹിന്റെ മസ്അല, മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആണും പെണ്ണും, മുസ്ലിമായിട്ട് നിക്കാഹ് ചെയ്ത ആണോ പെണ്ണോ, ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആ നിമിഷം അവരുടെ നിക്കാഹ് ബാത്തിലാണ്. ഒരാൾ തരേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുസ്ലിമായ ആണും പെണ്ണും, മുസ്ലിമായ ആണും പെണ്ണും അല്ലാഹു അനുവദിച്ച നിക്കാഹിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ യുക്തിവാദിയോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏതെങ്കിലും മതത്തിലേക്ക് ഇസ്ലാമേതര ദീനിലേക്ക് പോയാൽ ആ നിമിഷം രണ്ടുപേരും ഒരിക്കലും തന്നെ കൂടിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അവർ വേർപിരിയും. ഇതാണ് ശർഈന്റെ നിലപാട്. അതുകൊണ്ടായിരിക്കെ പേരോ നാടോ ഊരോ സംസ്കാരമോ മതമോ നോക്കാതെ മുസ്ലിം പെണ്ണെ നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട്, മുസ്ലിം ചെറുപ്പക്കാരാ നിന്നെ കുറിച്ച് എനിക്ക് ബേജാറുണ്ട്, നിന്നെ കുറിച്ചാണ് എനിക്ക് പ്രശ്നം. മുസ്ലിമീങ്ങൾ പലരുണ്ട്, അവരെ പറ്റിയല്ല, ആ ഉമ്മത്തിനെ പറ്റി എന്നോട് ചോദ്യമില്ല, ആ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് ചോദ്യമില്ല. പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ, ഇതാണ് അല്ലാഹുവിന്റെ നിയമമെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളഞ്ഞോ, പറയലിന്റെ ബാധ്യതയാണ്. ഒരന്യ പെണ്ണിനെ, മുസ്ലിമല്ലാത്ത പെണ്ണിനെ, മുസ്ലിമിനെ പോലും മുസ്ലിമത്തായ ഒരു അന്യ ആണിനെയോ പെണ്ണിനെയോ ആരാണ് സഹോദര നിനക്ക് പ്രേമിക്കാൻ ലൈസൻസ് തന്നത്? അതാരാ തന്നത്? പിന്നല്ലേ ഒളിച്ചോട്ടം. നിനക്ക് പറയാൻ പറ്റും എനിക്ക് അവളെ ഇഷ്ടമായി. ആര് തന്നോ? ആര് തന്നു ഇങ്ങനെ നിനക്ക് പെർമിഷൻ? ആര് തന്നു? അവനവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കാണും, ഹോർമോണുകൾ വളരും, ഇതൊക്കെ സയൻസ് പറയും. പക്ഷേ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനാണ് അല്ലാഹു സ്വർഗം തരുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് പണിയാണ് നമ്മളോട് ചെയ്യുന്നത്? ഇനി എന്തിനൊക്കെ സ്വർഗം? എന്താണ് സ്വർഗം? സ്വർഗം 3 bedroom ഫ്ലാറ്റ്സ് എല്ലാവരും മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു വില്ലല്ല, കേവലം ഒരു അപ്പാർട്ട്മെന്റ് അല്ല. സ്വർഗം എന്ന് പറയുന്നത് ആകാശങ്ങളോളം ഭൂമികളോളം വിശാലമായത്. അതുമാത്രമോ? നാളെ സ്വർഗത്തിലേക്ക് വരുന്ന ഏറ്റവും ചെറിയ പ്രതിഫലമുള്ള ആള് ഈ ലോകത്തിന്റെ 2 ഇരട്ടി വലിപ്പമുള്ള ലോകമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം. എങ്ങനെ? സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ പ്രതിഫലം ഈ ലോകത്തിന്റെ ആറങ്ങാടോ അനങ്ങാടോ അല്ല, കേരളോ ഇന്ത്യയോ അല്ല, ഏഷ്യയോ നമ്മുടെ ഭൂമിയോ അല്ല, ഈ മഹാപ്രപഞ്ചത്തിനോളം 2 വലിപ്പമുള്ള ലോകം അല്ലാഹു തരുന്ന ആർക്ക് ഏറ്റവും ചെറിയ പ്രതിഫലം അതാണ്. പിന്നെ വലുതിന്റെ കഥ എന്താണ്? ഇതൊക്കെ കിട്ടണമെങ്കിൽ എനിക്കത് തോന്നി ഞാനത് ചെയ്തു അല്ലേ? നിന്റെ തോന്നലിനല്ല അല്ലാഹു നിനക്ക് ഓക്സിജൻ തന്നത്. നിന്റെ മൂക്കിലൂടെ കയറിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ അത് എടുക്കാൻ പോലും നിനക്ക് തോന്നുന്നില്ല. അത് ഒരു ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണമെന്ന് പറഞ്ഞാൽ എത്ര ആള് മരിച്ചുപോയതിനെ? ശ്വസിക്കണമെങ്കിൽ നീയത്ത് വേണ്ടി വരും. ഞാൻ ശ്വസിക്കും, ഒന്ന് ശ്വസിക്കട്ടെ, അല്ലാഹ് ഞാൻ ശ്വസിക്കാൻ മറന്നുപോയല്ലോ. ഇതൊന്നും നീ അറിയുന്ന പോലും ഇല്ലല്ലോ. എത്ര കൂളായിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? വലിയൊരു സാധനം ഒരു സെക്കൻഡിൽ 70ഓളം ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും. ഈ തലയും നിന്റെ ബ്രെയിനും നിന്റെ ഹാർട്ടും നിന്റെ ലിംസ്, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇതൊക്കെ തന്നത് എന്തിനാ? അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കാനാണ്. അത് അല്ലാഹുവിന്റെ ലോകമാണ്. റബ്ബിന്റെ നിയമം ഇവിടെ വേണം. അല്ലാഹുവിന്റെ ലോകമാണിത്. ഇവിടെ വന്നത് നീയല്ല, ഈ ലോകം പടച്ചത് നീയല്ല. ഇവിടുത്തെ വൃക്ഷങ്ങളോ ഇവിടുത്തെ നാളെ സൂര്യൻ ഉദിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. ആരറിഞ്ഞു? ആരായി സൂര്യനെ ഉദിപ്പിക്കുന്നത്? യുണൈറ്റഡ് നേഷൻസോ യുഎസ്എയോ? ഏത് രാജ്യമാണ്? നാസയോ? ഇവർക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൂര്യൻ നാളെ ഉദിക്കില്ല എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളത്തെ രാവിലത്തെ പരശുവിന് കോഴിക്കോട്ട് പോകണം. നാളെ പരശു ഉണ്ടോന്നോ നാളെ സൂര്യ ഉദിക്കുന്നുണ്ടോന്ന് ആരറിഞ്ഞോ? ആരറിഞ്ഞു? ഈ ഭൂമിയെ കറക്കണ്ടേ? ആരായി കറക്കണത്? അല്ലാഹു ജല്ല ജലാലുഹു. അതിനനുസരിച്ച് സൂര്യന്റെ ഭ്രമണം നടക്കണം. ആര് നടത്തുന്നു? അല്ലാഹു ജല്ല ജലാലുഹു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ലോകത്തെ ഓക്സിജൻ ശ്വസിക്കുന്ന മനുഷ്യ, ഇവിടെ റബ്ബിന്റെ നിയമമുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകന്മാരിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ, ഇസ്ലാം ഖുർആൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശം. ഈ ഖുർആനിന്റെ നിയമമാണ് നമ്മൾ ഈ പറയുന്നത്. ഖുർആനിന്റെ നിയമമായി പറയുന്നത് അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കാമെന്ന ലോകമാണിത്. ഇവിടെ അല്ലാഹുവിന്റെ നിയമമാണ്. God rules. അല്ലാഹുവിന്റെ ഭരണം. ഇത് നമ്മൾ